ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനകം, ഇപ്പൊ 2 മാസമല്ലേ ആയുള്ളൂ, ഒരു മാസത്തിനും ഉണ്ടായതാണ്. ഇപ്പൊ എൽനിനോ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും മഴ കുറയുമെന്ന് ആർക്കും അറിയില്ല. ഇത്രയും ജലശേഖരം നമ്മുടെ സംഭരണികളിൽ കുറയുമെന്ന് കരുതിയില്ല. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാതിരിക്കുമെന്ന് കരുതിയില്ല. ഇത് അക്രോസ് ദ കൺട്രി ഈ വിഷയമുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി അവർ ചോദിക്കുന്നതിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ 5 രൂപ 96 പൈസക്ക് 200 മെഗാവാട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഇപ്പൊ 200 മെഗാവാട്ട് കൂടി ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഒരകത്തുമ്പോൾ വാഴ വെട്ടാൻ പോയില്ല നമ്മള്. അപ്പൊ വലിയ എമൗണ്ടിൽ മേടിച്ചില്ല. അപ്പോഴും ഇവര് 14 രൂപയ്ക്ക് വരെ വൈദ്യുതി മേടിച്ചു. മനസ്സിലായ? ഞാനിപ്പോ ഈ അദാനി ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല. ആ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തിട്ട് അദാനി കമ്പനിക്കാണ് കൊടുത്തത് വൈദ്യുതി. അവരെ നിന്നാണ് പിന്നെ വൈദ്യുതി മേടിച്ചത്. എന്തുകൊണ്ടാണ് അന്നത്തെ വൈദ്യുതി കരാർ റദ്ദ് ചെയ്ത് എന്ന് ഇതുവരെ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല, അന്നത്തെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിട്ടില്ല. ആ വൈദ്യുതി കരാർ ഈ ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തുണ്ടാക്കിയ ദീർഘകാല വൈദ്യുതി കരാറിൽ വിജിലൻസിന്റെ നോംസിന് ലംഘനം ഉണ്ടായിരുന്നു. 1 മാസത്തെ കാലയളവിൽ 2 തുകയ്ക്ക് കരാർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അന്നത്തെ ഊർജ്ജ സെക്രട്ടറിയും മറ്റും അതിനെതിരെ നോട്ട് എഴുതിയിട്ടുണ്ട്, AG-ക്ക് ആ നോട്ട് പോയിട്ടുണ്ട്. 2 റെഗുലേറ്ററി കമ്മീഷൻ ആ കരാർ അനുമതി നൽകിയില്ല. അതുകൊണ്ടാണ് ആ കരാർ റദ്ദാക്കേണ്ടി വന്നത്. 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് കരാറ് നടപ്പിലാക്കി. 8 കൊല്ലം. പിന്നെ ഞാൻ ചെയ്യട്ടെ, റെഗുലേറ്ററി കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? പേര് പറയിപ്പിക്കണം. അല്ലല്ല, പേര് പറയിപ്പിക്കണം. അംഗങ്ങൾ അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അതിൻ്റെ അകത്ത് അംഗങ്ങൾ, ആ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ. മനസ്സിലായി? എന്നിട്ട് പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് 8 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നേരെ അത് റദ്ദാക്കിയിട്ട് 8 രൂപ തൊട്ട് 14 രൂപ വരെ വൈദ്യുതി മേടിക്കുകയാണ്. അദാനി കമ്പനിയുടെ എന്താണ് മേടിച്ചത് ആദ്യം? അല്ല, നോക്കാം, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പൊ നമുക്ക് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. ക്ലിയർ ആയില്ലേ? ഇനി ചോദിച്ചു അടുത്തത്. പറയുന്നില്ല ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അരമണിക്കൂർ വൈദ്യുതി ഉണ്ടാകില്ല എന്നുള്ള കാര്യം. കാരണം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് പറയുന്നു. അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂറിലധികം വരെ വൈദ്യുതിയാണ്. അങ്ങനെ മുൻകൂട്ടി പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഞാൻ 2 മാസമല്ലേ ആയുള്ളൂ. എല്ലാ ഗവൺമെന്റുകളും അവരുടേതായ റീസണബിൾ സമയം എടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, അതുപോലെ കണ്ണൂർ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, ഞങ്ങൾ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. അല്ലെങ്കിൽ ഓരോന്ന് ചെയ്ത് വരുവാണ്. അതെല്ലാം വളരെ പെട്ടെന്നുണ്ടാവും. അല്ല, അതൊരു ഞാൻ പറയട്ടെ, അത് വളരെ ആരോഗ്യമന്ത്രി അതിൻ്റെ അകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഭക്ഷണം കൊടുക്കുന്നതിലല്ല പ്രശ്നം. ഭക്ഷണം കൊടുത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ പ്രശ്നം വന്നു. ചില ആശുപത്രിക്കകത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ സ്ഥലം വന്നു. പിന്നെ എല്ലായിടത്തും ഒരു ഭയങ്കര പൊളിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ ബാനറും അതൊക്കെ കെട്ടി വന്നു. ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 6 വർഷമായിട്ട് അവിടെ ആ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് റോഡിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഈ വിതരണത്തിൽ അവർ ഈ വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ അവർ നമ്മളേക്ക് വിളിക്കും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോയി കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റൂട്ടിൽ കൊടുക്കണമെന്ന് ചോദിച്ചു ഭക്ഷണം. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് ഇവർക്ക് കോൺഗ്രസ്സുകാരാണ് കൊടുക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ഒന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റോഡരികിൽ അപകടകരമാണ്, ആളുകൾ ഒന്നിങ്ങനെ കൂടി നിൽക്കുന്നത്. ഞാൻ പോയപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്, അതിനെന്താ തെറ്റ്? ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു യുവജന സംഘടന അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി അത് മാതൃകയാക്കി അത് ചെയ്യേണ്ട ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഈ സ്ഥലമൊക്കെ ആശുപത്രിയിലൊക്കെ കയ്യേറി ചെയ്യരുത്. അവിടെ പോയി ഇത് വല്ലാതെ പൊളിറ്റിസൈസ് ചെയ്യരുത്. അതൊക്കെ നോക്കണം. പിന്നെ നമ്മൾ ഒരു കുറേ സംഘടനകളൊക്കെ സ്റ്റേറ്റ് വൈറ്റ് ചെയ്യുമ്പോൾ താഴെ തട്ടിലുള്ളവർ ചിലപ്പോൾ മുകളിലുള്ളവർ പറഞ്ഞ് കേൾക്കാതെ ഓവറായിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യണ കാര്യം. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെൻറ് എടുക്കില്ല. ആരോഗ്യമന്ത്രി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഇതാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തും ചെയ്തു.
പ്രശ്നം. ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും ഞങ്ങൾ എതിരായിട്ടുള്ളൊരു നിലപാടും ഈ ഗവൺമെന്റ് സ്വീകരിക്കില്ല. കൊടുക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചും ഭംഗിയായിട്ടും ചെയ്ത് ആളുകൾ ഇത് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷവും കൊടുക്കുന്നത് നല്ല കാര്യം, ഒരു തെറ്റുമില്ല. ഇന്നലെ കോൺഗ്രസ് അല്ല, അത് നോക്കട്ടെ, നമുക്ക് മറ്റു കാര്യങ്ങൾ അതിന് റീസണബിൾ ആയിട്ടുള്ള സമയം എടുക്കില്ല. അവരുടെ റിപ്പോർട്ട് നമുക്ക് അതേപോലെ നടപ്പാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഞാൻ പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ അറിയാതെ നടത്തുന്ന വാർത്താ പ്രചരണങ്ങളാണ്, തെറ്റായ കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പിലെ DGPയുടെ അടുത്താണ് അവർ കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ട് എപ്പോഴാണ് കിട്ടിയത്? എന്താണ്? കഴിഞ്ഞ ആഴ്ച. അത് DGP പരിശോധിച്ച് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ വരും. ഞങ്ങൾ ആലോചിച്ച് ആ കാര്യത്തിൽ എന്ത് നടപടി ചെയ്യുന്നുണ്ട്. ഒരു ഡിലേയും വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ വൈകി. ഞങ്ങൾക്ക് എന്താ അജിത് കുമാറായിട്ട് ബന്ധം? ഞാനല്ല ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ച ആൾ. എൻ്റെ പേരും എൻ്റെ പടമൊക്കെ വെച്ചിട്ട് കൊടുക്കുക, അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അടിസ്ഥാനരഹിതമായി എത്രമാത്രം വാർത്തകളാണ് വന്നത്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പം ഏതായാലും ഇത്ര നിങ്ങൾ ചോദിക്കാത്തവരെന്ന് അങ്ങോട്ട് പറയാം. ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും മിണ്ടുന്നില്ല. CMDRFനെ കുറിച്ച് വ്യാപകമായ പ്രചരണം നടന്നു. CMDRF അഴിമതിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. മുൻ സർക്കാരിൻ്റെ കാലത്ത് 18/5/2021 വരെയുള്ള കുടിശ്ശിക എത്രയായിരുന്നു അറിയാം? അപേക്ഷകളുടെ 34,661. CMDRFിലേക്ക് ചികിത്സിക്കാൻ അപേക്ഷ കൊടുത്താൽ ഡിലേ വരുമായിരുന്നു. 6 മാസവും 6 മാസത്തിൽ കൂടുതൽ ഡിലേ പിണറായി സർക്കാർ ഇരുന്ന കാലത്തും വരുമായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം 2 മാസമല്ലായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം ആ 34,661 അപേക്ഷയിൽ 11,174 ക്ലിയർ ചെയ്തു. ഈ വേഗത്തിൽ ചെയ്തു. ഈ സർക്കാരിൻ്റെ കാലത്ത് പുതിയ അപേക്ഷ കിട്ടിയിട്ടുണ്ട് 23,653. അതിൽ ഞങ്ങൾ 9,726 ചെയ്തു. അപ്പോൾ ഏകദേശം 21,000-ഓളം അപേക്ഷകൾ 2 മാസം കൊണ്ട് ഈ ഗവൺമെൻറ് ക്ലിയർ ചെയ്തു. ഞങ്ങൾ വന്നൊന്നും ഇരുന്നേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ് CMDRF എല്ലാം കെട്ടിക്കിടക്കാമെന്ന്. കെട്ടിക്കിടന്നിരുന്ന കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ്. ഞാൻ പറയും, എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? തെറ്റായ വാർത്തകൾ കൊടുത്ത്. ഇനി ആകെ ജനങ്ങൾക്ക് അനുവദിച്ച ചികിത്സാ തുക 24,15,00,000 ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്പീഡാക്കാൻ സ്റ്റാഫ് മറ്റതെല്ലാ സംവിധാനവും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടിയന്തരമായിട്ട് ചില കളക്ടർമാർ അല്ലെങ്കിൽ ചില ജനപ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടി വരും ചില കാര്യത്തിൽ. ഇപ്പോൾ വയനാട് മരണമടഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനം മന്ത്രിസഭയിൽ കൊണ്ടുപോയി എടുത്തു. ചില തീരുമാനങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്കൊക്കെ സർജറി, ചില പെട്ടെന്ന് പ്രശ്നം, ആ സർജറി നടത്താൻ പൈസ ഇല്ല, ആ സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ന് വരുമ്പോൾ നമുക്ക് ഈ 6 മാസം ഡിലേ ചെയ്ത് കൊടുത്താൽ മതിയാണ്. തീരെ പാവപ്പെട്ടവരായ ചില കേസുകളൊക്കെ റെക്കമെൻഡ് ചെയ്ത് കളക്ടർമാരുടെ അടുത്ത് വരും. അതൊക്കെ നമുക്ക് കൊടുക്കുക. ഇതിലെന്താ അഴിമതി? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ? നേരത്തെ തീരുമാനിച്ച കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കും. നമുക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരും. You were part of the Jantar Mandir protest yesterday. There was forceful removal of LOP and other MPs. Yes. Your reaction on that, and did cabinet discuss? Your reaction on that? Reaction. We have deplored the action initiated by the Delhi police with the support of the central government. Day before yesterday, the same thing has happened in the Jantar Mandir road. The police brutally attacked the students, those who participated in the agitation. This agitation is representing the entire students of India. Many students committed suicide. So we tried to bring this matter before the parliament yesterday, but it was not allowed. So we made an agitation under the leadership of Sri Rahul Gandhi, Sri Priyanka Gandhi, Sri Mallikarjun Kharge ji and Mr. K.C. Venugopal. We conducted a rally. Myself and the Karnataka Chief Minister participated in that agitation. They were brutally manhandled by the police. Even the Rahul ji and the
പ്രിയങ്കാജി വേർ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട റീഓർഗനൈസേഷൻ. So do you think there was a delay from the side of the Congress to come out to the street in support of the CJP? No, how can you say that? How can you say that? We have conducted many rallies across the country, even in Kerala. We have conducted rallies in Kota, Rajasthan. The Rahul ji inaugurated a Mammoth rally. That was our launching of our education in Rajasthan. We have conducted many programs across the country. Our assembly, we brought this issue and we adopted a resolution against this thing. We have started already. And even in the agitations, we have supported them. Rahul ji himself arranged the doctor to Wangchuk. He arranged everything in the hospital. He personally intervened in this matter. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ കിഫ്ബി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പഠനം നിയോഗിച്ചല്ലോ. പക്ഷേ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വരുന്ന മുൻകാലത്തെ അഴിമതി അല്ലെങ്കിൽ അവിടെ നടന്ന ക്രമക്കേട് അതേപ്പറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്താ സർക്കാർ വൈകുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എക്സ്പേർട്സിന്, ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ വെച്ചുകൊണ്ടുള്ള കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ലെറ്റ് ദം സബ്മിറ്റ് ദ റിപ്പോർട്ട്. അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം പരിശോധിക്കട്ടെ. അതിനിടയിൽ കുറേ വർക്കുകൾ, ഓൺഗോയിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. ആ വർക്കുകളെ ബാധിക്കാതെ ആ വർക്ക് ചെയ്തു തീർത്ത ആളുകൾക്ക് പണം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേകമായ പരിശോധന നടത്തി വേണ്ട തീരുമാനങ്ങൾ എടുക്കാം. വികസന പ്രവർത്തനങ്ങളെന്നും അത് ബാധിക്കാൻ പാടില്ല. വന്ന ഉടനെ നമ്മൾ എല്ലാവർക്കും എതിരായി അന്വേഷണവും മറ്റൊന്നുമല്ലല്ലോ. നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള അഴിമതി നടന്നു വന്നോ, ക്രമക്കേടുകൾ നടന്നു വന്നോ നമ്മുടെ മുമ്പിൽ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് വരുമ്പോഴല്ലേ. അതായത് ആളെ പിടിക്കണം, ഇയാളെ പിടിക്കണം എന്ന് പറഞ്ഞ ആരുടെയും മുമ്പിൽ ആരുടെയും പുറകെ ഓടുന്ന ഒരു സർക്കാരല്ല ഇത്. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളല്ല. അതൊക്കെ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അവര് ഉചിതമായ തീരുമാനം എടുക്കും. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് കണ്ടു. ഞാനിങ്ങനെ അദ്ദേഹമായിട്ട് ഇതെല്ലാം കൂടിയാലോചന നടത്തിയെന്ന്. ഞാൻ അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് പറയാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് നടത്തി. അല്ലല്ല, അതിപ്പോ ഞാൻ എങ്ങനെ പോകണം, ഏത് രീതിയിൽ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് നടത്തണമെന്നുള്ള അനുവാദമെങ്കിലും എനിക്കിതാ. അതുകൂടി നിങ്ങൾ തീരുമാനിക്കണ്ടേ. ഇന്നലെ അവിടെ സമര ദിവസമല്ല. ഇന്നലെ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാറുണ്ട്. പോകുമ്പോൾ അവരായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഇന്നലെ എടുത്തിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ കാണാൻ, കോൺഗ്രസ് നേതാക്കന്മാരെ കാണണ്ടേ. കാണാൻ മാത്രമല്ല, ഡൽഹിയിൽ വേറെ ഒരുപാട് ആളുകളെ കണ്ട്. ഡൽഹിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ കാര്യം, കപൂർത്തല പ്ലോട്ടിൻ്റെ കാര്യം, മറ്റ് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രാഥമികമായ തീരുമാനങ്ങൾ അത് സ്റ്റേറ്റിൽ വന്നിട്ടുള്ള ആ കാര്യങ്ങൾ കൂടിയാണ് പോയത്. നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് സമരങ്ങൾ നടന്നതുകൊണ്ട് എല്ലാവരുമായിട്ടും കൂടിക്കാഴ്ച. എനിക്ക് ഇന്ന് ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാനും ഇന്നലെ ജയിലിൽ പോവില്ല. അത് ഞാൻ ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട് തിരിച്ച് എൻ്റെ ഫ്ലൈറ്റ് 8 മണിക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ എന്നോട് പറഞ്ഞാണ് ഫ്ലൈറ്റിൻ്റെ സമയമായി പോകാം. ഞാൻ കേരള ഹൗസിൽ നിന്ന് എയർപോർട്ടിൽ എത്തുമ്പോഴാണ്. അപ്പോഴും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല.